ബാലന്റെ ലോകത്ത് അടുത്ത എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇഷ്ടം പോലെ അയണുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇതിനിടക്ക് വെച്ച് എനിക്കൊരു കോൾ വന്ന്, ചിലപ്പോൾ ഞാൻ എന്തെങ്കിലും കട്ടേക്കിയിട്ടുണ്ടാവും. കാരണം ഞാൻ കറക്റ്റ് ഷൾക്കർ ബ്ലോക്സ് കടന്ന പാട് എനിക്കൊരു കോൾ വന്ന്, അതുകൊണ്ടാണ്. കുറേ ഗ്രാസ് എടുക്കാനുണ്ട്. ഞാൻ ഇച്ചിരിയും കൂടി ഈ ഗ്രാസ് ഒക്കെ വെച്ചിരിക്കുന്ന സ്ഥലം എക്സ്റ്റെൻഡ് ചെയ്യാൻ പോവാണ്. ഇത് ഞാനൊന്ന് പൊട്ടിച്ചെടുക്കുമ്പോൾ ഞാൻ പറയാം, കാരണം ഞാൻ എന്താണ് ഇത്ര ഈ 2026 ആദ്യത്തെ വീടാണിത്, അത് ഫെബ്രുവരിയിലുമാണ്. അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇത് സാധാരണ ഒരു മൈൻക്രാഫ്റ്റ് പ്ലെയർ ബെഡ് വാർസ് കളിച്ച് അഡിക്റ്റ് ആയി പോകും. ഞാൻ പണ്ടേ കളിക്കുമായിരുന്നു ബെഡ് വാർസ് ഒക്കെ, വീണ്ടും അഡിക്റ്റ് ആയി പോയി ഇത് കളിച്ചുകൊണ്ടിരുന്നു സംഭവം. ഞാൻ പണ്ട് ഈ ബട്ടർഫ്ലൈ ക്ലിക്കിങ് പഠിച്ചിട്ട് എനിക്ക് ഓരോ മാസം പൈസ കിട്ടുമ്പോൾ ഞാൻ വാങ്ങുമായിരുന്നു. എങ്ങനെയെങ്കിലും പൈസ ആക്കും, മൗസ് വാങ്ങും, അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. എന്നിട്ട് അതിൽ എത്ര CPS കിട്ടും നോക്കും. കുറവ് CPS ആണെങ്കിൽ അപ്പോൾ തന്നെ എടുത്ത് മാറ്റിയിട്ട് വേറെ മൗസ് അടുത്ത പൈസ കിട്ടുമ്പോൾ വീണ്ടും വാങ്ങും. ബെഡ് വാർസ് പ്ലേയേഴ്സിന് ഇതൊക്കെ സാധാരണ, ഇതെല്ലാവർക്കും റിലേറ്റ് ആവും. അതിന് അഡിക്റ്റ് ആയി കഴിഞ്ഞാൽ ഞാനിതെല്ലാം ആവശ്യമുള്ള അത്രയും ഗ്രാസ് എടുത്തിട്ട് അവിടെ പോയിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. പോരാ സോംബീസ് പണി തന്നത്, അവനെ കീറി അടിച്ച് കൊന്നത്, അവൻ അവിടെ നിൽക്കുന്ന, അവൻ്റെ അടുത്ത് ഞാൻ എന്തോ അങ്ങനെ ഇനിയിപ്പോൾ ഇവനെ തട്ടി കളഞ്ഞിട്ട് അടുത്തവനെ കൊണ്ടുവരണം. ഞാനപ്പോൾ എടുത്തുകൊണ്ട് വന്ന ഗ്രാസൊക്കെ ഇവിടെ വെച്ചിട്ട് ഇവിടുന്ന് ഫില്ല് ചെയ്ത് നിറയ്ക്കട്ടെ. ഇനിയും ഗ്രാസ് എടുക്കേണ്ടി വരും. ഞാൻ ബെഡ് വാർസ് കളിക്ക് നിങ്ങൾക്ക് ചിലവർക്ക് ഡൗട്ട് ഉണ്ടാവും, വിശ്വസിക്കാത്തവന്മാർക്ക് ഇതാ കണ്ടോ ഞാൻ ബ്രിഡ്ജ് ചെയ്യുന്നത്, കണ്ടോ കണ്ടടാ സ്പീഡ് ബ്രിഡ്ജ്. ഇതങ്ങനെ പെട്ടെന്നൊന്നും പഠിച്ചിട്ട് പറ്റില്ല. ഞാൻ മറ്റേ ഡ്രീമിനൊക്കെ പഠിപ്പിച്ച ഞാൻ മറ്റേ ടെക്നോളജിന്റെ ശിഷ്യായി. ഇനിയിപ്പോൾ എന്തായാലും വിശ്വാസമായും തോന്നുന്നു. ഞാൻ ഇനിയിപ്പോൾ വേഗം ബ്ലോക്കൊക്കെ വെച്ചിട്ട് ഫില്ലാക്കിയിട്ട് വരാം. പിന്നെ പറഞ്ഞ പോലെ ഞാൻ ഇന്നെന്താ ചെയ്യാൻ പോകുന്നത് പറഞ്ഞില്ലല്ലോ. ഈ ഗ്രാസ് ബ്ലോക്ക് വെക്കുന്ന മാത്രമല്ലേ പറഞ്ഞുള്ളൂ. ശരിക്കും എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാല്, 4 ആഴ്ചക്ക് മുന്നേ ഞാൻ ലാസ്റ്റ് ഇട്ട 30ാമത്തെ എപ്പിസോഡ് പറഞ്ഞായിരുന്നു. അതും കഴിഞ്ഞ വർഷമായിരുന്നു അത് ഇട്ടത്. അടുത്ത എപ്പിസോഡിൽ അഥവാ ഈ എപ്പിസോഡിൽ ഞാൻ ചോപ്പറിന്റെ ഒരു ബിൽഡ് ഉണ്ടാക്കുമെന്ന്, അതാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഇനി ശരിക്കും ഞാനൊന്ന് വേഗം പോയിട്ട് ഇവിടെ മൊത്തം പ്ലെയിൻ ആക്കിയിട്ട് വരാം, ഓടി വരാം, ബൈ വരാം. ഇനിയിപ്പോൾ എനിക്ക് കോൺക്രീറ്റ് പൗഡർ ആണ് വേണ്ടത്. നമ്മുടെ ചോപ്പറിന്റെ സ്റ്റാച്ചുവിന് ഞാൻ കോൺക്രീറ്റ് ആണ് ഉപയോഗിക്കുന്നത്, വൂൾ ഉപയോഗിക്കുന്നില്ല. കോൺക്രീറ്റ് ആകുമ്പോൾ ഇച്ചിരി കൂടി എഫിഷ്യൻ്റ് ആയിരിക്കും. ഈ ചോപ്പറിന്റെ ബിൽഡിന് ആവശ്യമുള്ളത് മെയിൻ ആയിട്ടുള്ള കോൺക്രീറ്റ് പൗഡർ എന്ന് പറയുന്നത് ഗ്രേ കളറാണ്. അപ്പോൾ അത് പിന്നെ ഇറങ്ങിയിരിക്കുവാണ്. പിന്നെ അതിൻ്റെ കൂടെ മഞ്ഞയും ഓറഞ്ച് പിന്നെ ലൈറ്റ് ഗ്രേയും ആണ് വേണ്ടത് നമ്മുടെ ചോപ്പറിന്റെ ബിൽഡിന്. അതുപോലെ കോൺക്രീറ്റ് പൗഡർ ഉണ്ടാക്കുകയാണെങ്കിൽ സാൻഡിന്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഇവിടെ സാൻഡും ഉണ്ട്, ആ സാൻഡ് ഇങ്ങോട്ടേക്കാം. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിന്ന് ലാൻഡ് ചെയ്തത്. ഇവിടെ അടുത്തായിട്ട് ചെറിയൊരു സാൻഡ് കുറച്ചധികം നിൽക്കുന്ന സ്ഥലം ഉണ്ടായിരുന്നു. ഇവിടെ ആയിട്ടായിരുന്നു അത്. ഇവിടെ ഉണ്ടോ എന്താ നോക്കട്ടെ. അതെ, ഞാൻ പറഞ്ഞ സ്ഥലം എന്താ ഇതാണ്. അപ്പോൾ ഇവിടുന്ന് കുറച്ചധികം നല്ല സാൻഡ് എടുത്തിട്ട് പോവാൻ. കാരണം പിന്നെ കോൺക്രീറ്റിന് വരണ്ട്. പിന്നെ ഭാവിയിലൊരു ഡ്യൂപ്പർ ഉണ്ടാക്കണം, സാൻഡ് ഡ്യൂപ്പ് ചെയ്യാനും കോൺക്രീറ്റ് ഡ്യൂപ്പ് ചെയ്യാനും. ഞാൻ എന്തായാലും ഇവിടെ നിന്ന് കുറച്ച് സാൻഡ് എടുത്തിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോഴത്തേക്ക് നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യും കേട്ടോ. ഞാൻ എന്താ തിരിച്ച് ബേസിലെത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഗ്രാവൽ സാൻഡ് കൂടിയായിരുന്നു ഉണ്ടാക്കേണ്ടത്, പക്ഷെ ഗ്രാവലിൻ്റെ കുറവാണ്, അതെടുക്കാൻ മറന്നുപോയി. ഇനിയിപ്പോൾ ഉള്ളത് വെച്ചിട്ട് കുറച്ച് കോൺക്രീറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഗ്രാവലും കൂടി എടുക്കണം. ഞാൻ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് എവിടെ നിന്നെങ്കിലും ഗ്രാവൽ കിട്ടുവാണെങ്കിൽ കിട്ടിയിട്ട് ഞാൻ എടുത്തിട്ട് അവിടെ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഫുള്ള് സാധനങ്ങൾ ഉണ്ടാക്കി നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യും. ഞാൻ വേണ്ട എല്ലാ കളറിൻ്റെയും കോൺക്രീറ്റ് പൗഡർ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിങ്ങനെ ഇവിടെ വെച്ച് ഇതിനെ പൗഡറിൽ നിന്ന് കോൺക്രീറ്റ് ആക്കി പൊട്ടിച്ചെടുക്കണം. ഞാൻ എല്ലാ കളറും ആക്കിയിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, വേണ്ട എല്ലാ സാധനങ്ങളും ഞാൻ എടുത്തിട്ടുണ്ട്, അതിനെ കോൺക്രീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഉണ്ടാക്കിയാൽ മാത്രം മതി. ഞാൻ ഇതിൽ ഉണ്ടാക്കുന്നതാണ്. ഞാൻ റീപ്ലേ മോഡായിട്ട് കാണിച്ചു തരാം, നിങ്ങൾ കണ്ടോ. ഇതാണ് ചോപ്പറിന്റെ ബിൽഡ്. പിന്നെ കോൺക്രീറ്റ് നോക്കണ്ട, അത് കടും കോൺക്രീറ്റ് ആണ് ഉപയോഗിക്കേണ്ടത്. ലൈറ്റ് കോൺക്രീറ്റ് സൈഡിൽ വിങ്സ് മാത്രമാണ്. ഞാൻ പറന്ന് നോക്കുമ്പോൾ ഇതിങ്ങനെ ആയിട്ടാണ് കാണുക.
കുഴപ്പമില്ലാണ്ട് ചേരുന്നുണ്ട്. രസമൊക്കെ ഉണ്ട്, രസമില്ലാണ്ടൊന്നുമില്ല. ഇനി തൊട്ട് ഞാൻ മാക്സിമം ഡെയിലി വീഡിയോ ഇടാമെന്ന് ഞാൻ പറയുന്നില്ല. കാരണം അന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഡെയിലി വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല. 1 മാസം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ വീഡിയോ ഇടുന്നത് തന്നെ, ഫെബ്രുവരി 1. എന്തായാലും ഞാൻ നോക്കും എന്തായാലും എല്ലാ ദിവസവും വീഡിയോ ഇടാൻ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൽ അടുത്ത വീഡിയോ ടാറ്റ ബൈ ബൈ.